ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ MSc മാത്തമാറ്റിക്സിൻ്റെ ഒരു തിയറം പഠിച്ചായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കെയ്ലീസ് തിയറം ആണ്. കെയ്ലീസ് തിയറം ഇങ്ങനെ പ്രൂഫ് വരുന്നത് തിയറം എങ്ങനെയാണെന്നാണ് നമ്മളിത് നോട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ മുൻ ക്ലാസ്സിൽ PSC പഠിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതുകൊണ്ട് തന്നെ നമുക്കിത് ഫസ്റ്റ് തിയറം എന്താണെന്ന് നോക്കാം. തിയറം എന്ന് പറയുന്നത് എനി ഗ്രൂപ്പ് ഈസ് ഐസോമോർഫിക് ടു എ സബ് ഗ്രൂപ്പ് ഓഫ് എ പെർമുട്ടേഷൻസ് ഗ്രൂപ്പ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഇത് ഹെൻസ് എന്ന് പറഞ്ഞ് ഞാൻ ലാസ്റ്റ് ഒന്ന് എഴുതിയെന്നുള്ളൂ. ഇതാണ് നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത്. ഫസ്റ്റ് നമ്മൾ തിയറി എടുത്ത് എഴുതിയിട്ടാണ് പ്രൂഫിലേക്ക് കിടക്കേണ്ടത്. അപ്പോൾ പ്രൂഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം, ഗ്രൂപ്പാണ്. അപ്പോൾ ജി ഇസ് എനി എലമെന്റ് ഓഫ് എ ഗ്രൂപ്പ് ക്യാപിറ്റൽ ലെറ്റർ ജി. വലിയ ഗ്രൂപ്പാണ് ക്യാപിറ്റൽ ലെറ്റർ ജി എന്ന് പറയുന്നത്. ജി എന്ന് പറയുന്നത് അതിനകത്ത് ഒരു സ്മോൾ എലമെന്റ് ആണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ വിത്ത് ഓപ്പറേഷൻ സ്റ്റാർ, നമ്മൾ എപ്പോഴും ഓപ്പറേഷനെ ഡിനോട്ട് ചെയ്യുന്നത് സ്റ്റാർ ആണ്. അപ്പോൾ കൺസിഡർ ദി ഫംഗ്ഷൻ എഫ് ജി സച്ച് ദാറ്റ് ജി ടെൻസ് ടു ജി. ജിന്ന് ജിയിലേക്ക് അങ്ങനെയുള്ള മാപ്പിംഗ് ആണ് ഡിഫൈൻഡ് ബൈ എഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ജി സ്റ്റാർ ഓഫ് എക്സ് ആണ്. ബൈ ദി എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ദി ഫംഗ്ഷൻ ഹാസ് ഓൾസോ ആൻ ഇൻവേഴ്സ്. ഈ ഫംഗ്ഷൻ ഒരു ഇൻവേഴ്സ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഇൻവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ എഫ് ജി ഓഫ് ഇൻവേഴ്സ് എടുത്ത് എഴുതാം. സോ മൾട്ടിപ്ലിക്കേഷൻ ബൈ ജി ആൻഡ് എസ് എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ ഇതിൽ ജി വെച്ച് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ഫോം ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത് റെഡിങ് വെച്ച് ചെയ്തത്. ബൈജക്റ്റീവ് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ ദസ് എഫ് ജി ഈസ് എ പെർമുട്ടേഷൻ ഓഫ് ജി ആൻഡ് സോ ഈസ് എ മെമ്പർ ഓഫ് SYM ഓഫ് ജി എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ കെ എന്ന് പറയുന്നത് എഫ് ജി സച്ച് ദാറ്റ് ജി ബിലോങ്സ് ടു ജി ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് SYM ജി ദാറ്റ് ഈസ് ഐസോമോർഫിക് ടു ജി. അങ്ങനെയാണെങ്കിൽ എഫ് ജി ഡോട്ട് എഫ് എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ജി ഓഫ് എഫ് എച്ച് ഓഫ് എക്സ് ആയിരിക്കും. അതുകൊണ്ട് എഫ് ജി ഓഫ് എച്ച് സ്റ്റാർ എക്സ് എന്ന് എഴുതാം, നമുക്ക് കൂട്ടി എഴുതാം. അങ്ങനെ നമ്മൾ ആൻഡ് ഹെൻസ് ടി ഓഫ് ജി ഡോട്ട് ടി ഓഫ് എച്ച് എന്ന് പറയുന്നത് എഫ് ജി ഡോട്ട് എഫ് എച്ച് ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അതിൽ നിന്ന് നമുക്ക് എഫ് ജി സ്റ്റാർ എച്ച് എന്ന് പറയാം. അതിൽ നിന്ന് നമുക്ക് ടി ഓഫ് ജി സ്റ്റാർ എച്ച് എന്ന് പറയാം. അങ്ങനെ ദി ഹോമോമോർഫിസം ടി ഈസ് ഇൻജക്റ്റീവ് സിൻസ് ടി ഓഫ് ജി എന്ന് പറയുന്നത് ഐ ഡി ഓഫ് ജി ആയിരിക്കും. ജി ഗ്രൂപ്പിന്റെ ജി ആണ്. അപ്പോൾ ജി സ്റ്റാർ എക്സ് എന്ന് പറയുന്നത് ജി ഡാഷ് സ്റ്റാർ എക്സ് ആണ്. അതിന് ഇംപ്ലൈസ് നമുക്ക് എന്ത് കിട്ടും? ജി ഈക്വൽ ടു ജി കോംപ്ലിമെന്റ് എന്ന് പറയാം. ദസ് ജി ഈസ് ഐസോമോർഫിക് ടു ദി ഇമേജ് ഓഫ് ടി വിച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് കെ എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിരിക്കണം. അങ്ങനെ നമ്മൾ ഹെൻസ് തിയറത്തിലേക്ക് വരാണ്. ഇപ്പോൾ എനി ഗ്രൂപ്പ് ഈസ് ഐസോമോർഫിക് ടു എ സബ് ഗ്രൂപ്പ് ഓഫ് എ പെർമുട്ടേഷൻ ഗ്രൂപ്പ്. അങ്ങനെ നമ്മളിത് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഈ തിയറത്തിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇടുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അടുത്ത തിയറായിട്ട് വരും. താങ്ക് യു.